വിശിഷ്ട അതിഥികളെ, ഞങ്ങൾ ധനുഷ്കോടിയിലെ ദേവാലയത്തിൻ്റെ മുന്നിലാണ്. ക്രിസ്മസിന് 2 ദിവസം മുൻപാണ് ധനുഷ്കോടിയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലായിരുന്നു ദേവാലയം. 1964 ഡിസംബർ 23-നാണ് ലോകത്തെ നടുക്കിയ ആ മഹാദുരന്തം ഉണ്ടായത്. ധനുഷ്കോടിയെ അപ്പാടെ കടൽ വിഴുങ്ങി. ധനുഷ്കോടിയിലെ ജനങ്ങളൊക്കെ ആ സമയം ഉറക്കത്തിലായിരുന്നു. ഏകദേശം രാത്രി 3 മണിയോടെയാണ് ആ സംഭവം ഉണ്ടായത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ മരണപ്പെട്ടു. മാത്രവുമല്ല, പലരുടെയും ശവശരീരങ്ങൾ പോലും കണ്ടു കിട്ടിയില്ല. ഹോസ്പിറ്റൽ, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാം കടലിൻ്റെ അടിയിലായി. റെയിൽവേ സ്റ്റേഷൻ്റെ പല ഭാഗങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക്, ടൂറിസ്റ്റുകൾക്കും ഇതൊരു കാഴ്ച മാത്രമല്ല, വേദനിപ്പിക്കുന്ന ഒരു നൂറ്റാണ്ടിൻ്റെ ഓർമ്മകൾ കൂടിയാണ്. നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകാവുന്ന ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഇവിടെയുള്ള ഓരോ മണൽത്തരികൾക്കും പറയാനുണ്ടാകും ഒരുപാട് ഓർമ്മകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓർമ്മകൾ. ഇപ്പോഴും ഇവിടെ കുറച്ച് ജനങ്ങൾ വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മയിൽ കാണുവാനായിട്ട് ഇടയായി. ധനുഷ്കോടിയോട് യാത്രയും പറഞ്ഞ അടുത്ത പ്ലേസിലോട്ട്, അത് ഞങ്ങൾ പോകുന്നത് പാമ്പം പാലത്തിലൂടെ. ലോകത്തെ അമ്പരപ്പിച്ച എഞ്ചിനീയറിംഗ് വിസ്മയമായ പാമ്പം പാലത്തിൻ്റെ അടുത്തുകൂടെയാണ് ഇനി ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ കാറിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ കാറ് പാർക്ക് ചെയ്യുവാനായിട്ട് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് വാഹനത്തിലിരുന്ന് കഴിയാവുന്ന ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മനോഹരമായി പടർന്നു കിടക്കുന്ന കടലിൻ്റെ നടുവിലൂടെയുള്ള യാത്ര, വിസ്മയിച്ചു പോകുന്ന ഒരു യാത്ര. 2435 മീറ്റർ നീളമുള്ള ഒരു പാമ്പൻ പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭീമാകാരമായ കപ്പൽ വന്നാൽ പോലും ഈ പാലത്തിന് വഴിമാറി കൊടുക്കുവാനായിട്ട് കഴിയും. അത്രമാത്രം എഞ്ചിനീയറിംഗ് വൈവിധ്യമുള്ള ഒരു പാലവും കൂടിയാണ് ഈ പാമ്പൻ പാലം. പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ഈ ശ്രീധരൻ സാറായിരുന്നു. കൊങ്കൺ റെയിൽവേ, ഡൽഹി മെട്രോ, കൊച്ചി മെട്രോ ഇതിനൊക്കെ നേതൃത്വം നൽകിയതും ഈ ശ്രീധരൻ സാറായിരുന്നു. ഞങ്ങളുടെ ഷൂട്ടിനിടയിൽ കടന്നുപോയ ഒരു വാഹനത്തിൻ്റെ ദൃശ്യമാണ് ഇത്. എവിടെയോ ആക്സിഡൻ്റ് ഉണ്ടായി മുൻപിലത്തെ ഗ്ലാസ്സും ഒക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ വണ്ടിക്ക്. അറിയാതെ ഞങ്ങളുടെ ക്യാമറയിൽ വന്നു പെട്ടതാ. പാമ്പൻ പാലത്തോട് ടാറ്റയും പറഞ്ഞ് അടുത്ത പ്ലേസിലേക്ക്